നമ്മളിപ്പോ നിയമത്തിന്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു ചരിത്രം എന്താണ്, നിയമത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് മനസ്സിലാക്കിയത്. ഇനി വളരെ വിശദമായിട്ട് നിയമത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഏതൊരു നിയമവും പഠിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ഉള്ളടക്കം എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊരു സാമാന്യം ഒരു ബോധം നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പൊ നിയമം ആരംഭിക്കുക സാധാരണഗതിയിൽ പല അധ്യായങ്ങളായിട്ടാണ്. അതിലെന്തുണ്ടാവും? വിവിധ വകുപ്പുകൾ ഉണ്ടാവും. അപ്പൊ സാധാരണഗതിയിൽ എല്ലാ നിയമത്തിന്റെയും ഒന്നാമത്തെ വകുപ്പ് എന്ന് പറയുന്ന ആ നിയമത്തിന്റെ ഷോർട്ട് ടൈറ്റിൽ അല്ലെങ്കിൽ ആ നിയമത്തിന്റെ പേര് എന്താണെന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമായിരിക്കും. പിന്നീട് ഒരു രണ്ടാമത്തെ ഭാഗം വരും. അവിടെ ആ നിയമത്തിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വാക്കുകൾക്ക് നിർവചനം നൽകും. അല്ലെങ്കിൽ മൂന്നാമത്തെ സെക്ഷനിലൊക്കെയാണ് സാധാരണ. അപ്പൊ വിവരാവകാശത്തിന്റെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങളുടെ നിർവചനം നൽകിയിരിക്കുന്ന വകുപ്പ് രണ്ടാമത്തെ വകുപ്പാണ്. അപ്പൊ നമുക്കിതെല്ലാം ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും വിവരാവകാശത്തിന്റെ കാതലായിട്ടുള്ള ചില നിർവചനങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പൊ നിയമത്തിന്റെ ഉള്ളടക്കത്തിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണ്? വിവരാവകാശത്തിൽ എപ്പോഴും എന്താണ് വിവരം, അല്ലെ? ഇൻഫർമേഷൻ. എന്തിനെയാണ് ഈ നിയമം ഇൻഫർമേഷൻ ആയിട്ട് കണക്കാക്കുന്നത്? അതിൽ നിന്നാണ് ആരംഭിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, വകുപ്പ് 2-ലാണ് നിർവചനങ്ങൾ വന്നിരിക്കുന്നത്. ആ നിർവചനങ്ങളിൽ ഇതിന്റെ സബ് ക്ലോസ് അല്ലെങ്കിൽ ആ വകുപ്പിന്റെ ഉപവകുപ്പ് എന്ന രീതിയിൽ വരുന്ന F എന്ന് പറയുന്ന ഭാഗത്താണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? എന്താണ് വിവരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് വിവരം. ഒരു റെക്കോർഡിന്റെയോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിന്റെയോ ഇലക്ട്രോണിക് ഡേറ്റയുടെയോ മറ്റെന്തെങ്കിലും രൂപത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതും ഒരു പൊതു അധികാര സ്ഥാപനത്തിന്റെ പക്കലുള്ളതോ ഒരു സ്വകാര്യ സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു പൊതു അധികാര സ്ഥാപനത്തിന് നിയമപ്രകാരം സ്വീകരിക്കാൻ കഴിയുന്നതുമായ എല്ലാ അറിവുകളും വിവരത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നു. ഇത് കേൾക്കുമ്പോൾ വലിയൊരു സെന്റൻസ് ആയിട്ട് തോന്നും. നമുക്കിത് എന്താണെന്ന് വളരെ നിസ്സാരമായിട്ട് നോക്കാം. അപ്പൊ ആദ്യമേ പറയുന്നത് റെക്കോർഡിന്റെയോ അല്ലെങ്കിൽ ഡോക്യുമെന്റിന്റെയോ ഒക്കെ ആണല്ലോ. അപ്പൊ അത് പകർപ്പുകളാവാം, പ്രമാണങ്ങളാകാം, കുറിപ്പുകളാകാം, ഡയറി കുറിപ്പുകളാകാം, ലോഗ് ബുക്കുകളാകാം, അറ്റൻഡൻസുകളാകാം. എന്ന് പറഞ്ഞാൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ടിട്ടുള്ള വിവിധ തരത്തിലുള്ള ഡോക്യുമെന്റുകൾ, റെക്കോർഡുകൾ. ഇനി ഇലക്ട്രോണിക് ഡേറ്റകൾ. ഒരു കമ്പ്യൂട്ടറിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും എന്താണ്? ഇലക്ട്രോണിക് ഡേറ്റയാണ്. ഇമെയിലുകളായിരിക്കാം, അല്ലെങ്കിൽ പ്ലാനുകളായിരിക്കാം. അങ്ങനെ ആ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡേറ്റകളും എന്തിന്റെ പരിധിയിൽ വരും? വിവരാവകാശത്തിലെ വിവരത്തിന്റെ പരിധിയിൽ പെടും. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മൾ ഇവിടെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഏതാണെന്ന് ചോദിച്ചാൽ, ഒരു പൊതു അധികാര സ്ഥാപനത്തിന്റെ പക്കലുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? വിവരത്തിന്റെ പരിധിയിൽ പെടും. അത് കൂടാതെ ഒരു പൊതു അധികാര സ്ഥാപനത്തിന് നിയമപ്രകാരം സ്വീകരിക്കാൻ കഴിയുന്നതുമായ എല്ലാ അറിവുകളും എന്തുമായി ബന്ധപ്പെട്ട്? ഒരു സ്വകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും സ്റ്റേറ്റ്മെന്റുകളായിട്ട് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. അപ്പൊ എന്താ ഈ പറഞ്ഞിരിക്കുന്നത്? ഉദാഹരണത്തിന് ഒരു കമ്പനി അതിന്റെ ആദായ നികുതി എന്ത് ചെയ്യുന്നു? ഫയൽ ചെയ്യുന്നു. കമ്പനി സ്വകാര്യ സ്ഥാപനമാണ്. പക്ഷെ നിയമപ്രകാരം ആ കമ്പനി ഒരു ഗവൺമെന്റ് വകുപ്പിന് കൈമാറുന്ന ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കണക്കുകൾ വിവരാവകാശത്തിന്റെ പരിധിയിൽ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് വിവരം എന്ന് പറഞ്ഞിരിക്കുന്നിടത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയോ എന്താണ് വിവരം? അതായത് വളരെ പ്രധാനപ്പെട്ട സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള അറിവുകളും, അത് ഡോക്യുമെന്റ് ആവാം, റെക്കോർഡുകളാവാം, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതാവാം, എന്ത് തരത്തിലുള്ള അറിവുകളും അത് ഇനി ഒരു സർക്കാരിന് ഒരു സ്വകാര്യ സ്ഥാപനത്തിന്റെ കയ്യിൽ നിന്നും നിയമപ്രകാരം ലഭിക്കുന്നതാണെങ്കിൽ അതും എവിടെ ഉൾപ്പെടും? വിവരം എന്നതിന്റെ പരിധിയിൽ ഉൾപ്പെടും. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ 2F എന്ന് പറയുന്ന ഭാഗത്താണ് എന്താണ് വിവരം എന്ന് നിർവചിച്ചിരിക്കുന്നത്. വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അവിടെ ഞാൻ ഇപ്പൊ പലതവണ ഉപയോഗിച്ച വാക്കാണ് അല്ലെ, പൊതു അധികാര സ്ഥാപനം. വിവരാവകാശ നിയമത്തിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പൊതു അധികാര സ്ഥാപനം. അതായത് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന സർക്കാർ സ്ഥാപനങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ്. അപ്പൊ എന്താണ് പൊതു അധികാര സ്ഥാപനം? നമുക്ക് നോക്കാം. ഭരണഘടനാപരമായി രൂപീകരിക്കപ്പെട്ടതോ നിയമം മൂലം നിർമ്മിക്കപ്പെട്ടതോ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നും ധനസഹായം സ്വീകരിക്കുന്ന NGO-കളോ എല്ലാത്തിനെയും നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? പൊതു അധികാര സ്ഥാപനമായിട്ട് കണക്കാക്കാം. ഭരണഘടനാപരമായ സ്ഥാപനങ്ങളാവാം. ഇനി അതല്ല, പാർലമെന്റോ നിയമസഭയോ നിയമം മൂലം നിർമ്മിച്ചൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആവാം.
ഇനി അതല്ല സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത് ഓർഡിനൻസ് വഴിയോ മറ്റോ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതാവാം, അല്ലെങ്കിൽ സർക്കാർ താൽക്കാലികമായി നിയന്ത്രിക്കുന്നതാവാം, ഇനി സർക്കാർ കൊടുക്കുന്ന ഫണ്ട് മുഖേന പ്രവർത്തിക്കുന്ന NGO-കളാകാം. അപ്പൊ സഹകരണ ബാങ്കുകളായിക്കോട്ടെ മറ്റെല്ലാം ആയിക്കോട്ടെ, എല്ലാം തന്നെ എന്തിന്റെ പരിധിയിൽ വരും? പൊതു അധികാര സ്ഥാപനം എന്നതിന്റെ പരിധിയിൽ വരും. ഈ സ്ഥാപനങ്ങളെല്ലാം വിവരാവകാശ നിയമത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. താഴെ പറയുന്നത് വിവരാവകാശത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന സ്ഥാപനമാണോ എന്നൊക്കെ ചോദിച്ച് ചില സ്ഥാപനങ്ങളുടെയൊക്കെ ലിസ്റ്റ് തരുമ്പോൾ അതൊന്ന് പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന എല്ലാവരും എവിടെ ഉൾപ്പെടും? ഈ പറയുന്ന പൊതു അധികാര സ്ഥാപനം എന്ന് പറയുന്നിടത്ത് ഉൾപ്പെടും എന്നൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇത് പറയുന്നത് എവിടെയാണ്? 2H അല്ലെ, ഹയർ അതോറിറ്റി എന്നൊക്കെ നമ്മൾ എപ്പോഴും H വെച്ച് സൂചിപ്പിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ 2H എന്താണ്? പൊതു അധികാര സ്ഥാപനത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗമാണ്. വ്യക്തമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇവിടെ വിവരാവകാശ നിയമം ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് നമുക്ക് അവകാശം തരുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 4 രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ കുറിച്ചാണ് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് വിവരം ശേഖരിക്കാം പറയുന്നത്. ഒന്നാമതായി നോക്കിക്കോ, ജോലികളോ റെക്കോർഡുകളോ ഡോക്യുമെന്റുകളോ പരിശോധിക്കാൻ. അല്ലെ, നമുക്കൊരു സർക്കാർ ഓഫീസിലേക്ക് ചെന്ന് അവിടെയുള്ള ഒരു രേഖ അവിടെ നിന്ന് തന്നെ പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ഇനി സർക്കാരിന്റെ ഒരു ജോലി നടക്കുമ്പോ, ഒരു റോഡ് പണി നടക്കുമ്പോ നിങ്ങൾക്ക് അവിടെ നേരിട്ട് ചെന്ന് പരിശോധിക്കാനുള്ള അവകാശം ഏത് നിയമം തരുന്നുണ്ട്? വിവരാവകാശ നിയമം തരുന്നുണ്ട്. അപ്പൊ ഒന്നാമതായിട്ട് പറയുന്നത് എന്താണ്? നേരിട്ട് പോയി പരിശോധിക്കാൻ. ജോലികൾ, റെക്കോർഡുകൾ, മറ്റ് ഡോക്യുമെന്റുകൾ എല്ലാം നേരിട്ട് പരിശോധിക്കാനുള്ള അധികാരം. അടുത്തത് കുറിപ്പുകളോ അല്ലെങ്കിൽ അവയുടെ റെക്കോർഡുകളുടെയോ കോപ്പികൾ ശേഖരിക്കാനുള്ള അധികാരം. എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി പരിശോധിച്ചു, നമുക്ക് അതിന്റെ ഒരു കോപ്പി ആവശ്യമുണ്ടെങ്കിൽ പരിശോധിക്കാൻ മാത്രമല്ല, ആവശ്യമാണെങ്കിൽ അതിന്റെ കോപ്പികൾ സ്വീകരിക്കാനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വിവരാവകാശം അധികാരം തരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പദാർത്ഥങ്ങളുടെ സർട്ടിഫൈ ചെയ്ത സാമ്പിളുകൾ ശേഖരിക്കാൻ വിവരാവകാശ നിയമം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അധികാരം തരുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു കറി പൗഡർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഗുണമേന്മയെ കുറിച്ച് നിങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ഗവൺമെന്റ് പരാതി നൽകി. അതെന്ത് ചെയ്തു? പരിശോധനയ്ക്കായിട്ട് അയച്ചു. അപ്പൊ ആദ്യം വന്ന പരിശോധനാ ഫലം നിങ്ങൾക്ക് അത്ര തൃപ്തികരമായിരുന്നില്ല. നിങ്ങൾക്ക് ഇവര് പരിശോധനയ്ക്ക് അയച്ചത് കറക്റ്റ് ഈ സാമ്പിൾ തന്നെ ആയിരുന്നു എന്നറിയാനായിട്ട് ഇവര് പരിശോധനയ്ക്ക് അയച്ചതിന്റെ ഒരു പാർട്ടിനെ എന്ത് ചെയ്യാം? വിവരാവകാശ നിയമപ്രകാരം നിങ്ങൾക്ക് തരാൻ ആവശ്യപ്പെടാം. അങ്ങനെ പറയാനുള്ള അധികാരം നിങ്ങൾക്ക് എന്ത് തരുന്നുണ്ട്? വിവരാവകാശ നിയമം തരുന്നുണ്ട്. എന്താണ്? പദാർത്ഥങ്ങളുടെ സർട്ടിഫൈ ചെയ്ത സാമ്പിളുകൾ ശേഖരിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് വിവരാവകാശത്തിൽ ലഭ്യമാണ്. ഇനി അടുത്തത് ഇലക്ട്രോണിക് രൂപത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു ഇമെയിലിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ഒരു പ്ലാനിന്റെ കോപ്പിയോ അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു ഇമെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ തുടങ്ങി CCTV ഫുട്ടേജുകൾ വരെ സ്വീകരിക്കാനുള്ള അധികാരം എന്ത് തരുന്നുണ്ട്? വിവരാവകാശ നിയമം തരുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഏതെല്ലാം രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള അവകാശമാണ് വിവരാവകാശ നിയമം നിങ്ങൾക്ക് തരുന്നത്? 4 രീതിയിലുള്ള അവകാശങ്ങൾ തരുന്നു. ഒന്ന്, നേരിട്ട് പരിശോധിക്കാൻ, അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം അതിന്റെ കോപ്പികൾ സ്വീകരിക്കാൻ, ഇനി സർട്ടിഫൈ ചെയ്ത പദാർത്ഥങ്ങളുടെ സാമ്പിളുകൾ സ്വീകരിക്കാൻ, ഇനി അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക് രൂപത്തിലുള്ള ഡേറ്റകൾ സ്വീകരിക്കാൻ. ഈ 4 രീതിയിലുള്ള അവകാശങ്ങളാണ് വിവരാവകാശം നിങ്ങൾക്ക് തരുന്നത്. ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞു എല്ലാ നിർവചനങ്ങളും എവിടെയാണ് കൊടുത്തത്? 2ാമത്തെ വകുപ്പിലാണ് കൊടുത്തത്. ഇവിടെ വരുമ്പോൾ 2J എന്ന് പറയുന്ന വകുപ്പിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി വിവരാവകാശ നിയമത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം ഇതൊരു അവകാശമാണ് എന്നതാണല്ലോ. വിവരാവകാശ നിയമത്തിന്റെ ഏത് വകുപ്പിലാണ് ഇത് ഒരു അവകാശമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന്റെ ശരി ഉത്തരം വകുപ്പ് 3 ആണ്. വകുപ്പ് 3 പഠിക്കുമ്പോൾ ഒരു പോയിന്റ് കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്കുണ്ട്. നിയമത്തിനനുസൃതമായി വിവരാവകാശ നിയമം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ലഭിക്കേണ്ട അവകാശമായിരിക്കും. ഇപ്പൊ ഏതാ വാക്ക്? അത് ഇന്ത്യയിലെ പൗരന്മാർ എന്നതാണ്. അപ്പൊ വിവരാവകാശ നിയമം ആർക്കൊക്കെ ലഭ്യമാണ്? ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ലഭ്യമാണോ? അല്ല, ഇന്ത്യയിലെ പൗരന്മാരായിരിക്കുന്നവർക്ക് മാത്രമാണ് വിവരാവകാശ നിയമം ലഭ്യമായിരിക്കുന്നത്. ഇത് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 3 ആണ്. അപ്പം വകുപ്പ് 3ന്റെ പ്രത്യേകത എന്താണ്? നിയമാനുസൃതമായ ഒരു അവകാശമായി വിവരാവകാശത്തെ
പറയുന്നത് വകുപ്പ് 3-ലാണ്. ഉറപ്പായും ഓർത്തു വെക്കണം. ഇനി വകുപ്പ് 4-ലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു പൊതു അധികാര സ്ഥാപനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലേ, അവരെന്തെല്ലാം ചുമതലകൾ വഹിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് വകുപ്പ് 4-ലാണ്. എന്തെല്ലാമാണ് അവരുടെ ചുമതലകൾ? നിയമം നിലവിൽ വന്ന് ഇത്ര ദിവസത്തിനകം എന്ത് ചെയ്തിരിക്കണം? ഈ നിയമവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ സർക്കാർ ഓഫീസുകളും എഴുതി സൂക്ഷിക്കേണ്ടതാണ്. റെക്കോർഡുകളായാലും രേഖകളായാലും പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ സൂക്ഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ സംവിധാനത്തെ ഒരുക്കണം. നിയമം എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെന്ന് തുടങ്ങി വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ഓരോ പൊതു അധികാര സ്ഥാപനവും ചെയ്യേണ്ട അവരുടെ ജോലികളെ കുറിച്ച്, ചുമതലകളെ കുറിച്ച് പറയുന്നത് എവിടെയാണ്? വകുപ്പ് 4-ലാണ്. ക്ലിയർ ആണേ? അപ്പൊ നമ്മൾ അടുത്തൊരു വകുപ്പ് കൂടി പറയാൻ പോവുകയാണ്, വകുപ്പ് 5. വിവരാവകാശ നിയമത്തിൽ ഒരു പൊതു അധികാര സ്ഥാപനമുണ്ട്. ഉദാഹരണത്തിന് ഒരു വില്ലേജ് ഓഫീസ്. ഇനി നമുക്ക് വില്ലേജ് ഓഫീസിൽ പോയി ഒരു വിവരം ശേഖരിക്കണം. അതിന് ആ വില്ലേജ് ഓഫീസിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കണം. അത്തരത്തിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും ഒരു പൊതു അധികാര സ്ഥാപനങ്ങളിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ PIO, അദ്ദേഹത്തെ ആ ജോലിയിൽ സഹായിക്കാനായിട്ട് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ APIO എന്ന് പറയുന്ന 2 പദവികൾ ഉണ്ടായിരിക്കണം. ഇത് എല്ലാ പൊതു അധികാര സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കണം. എന്താ നമ്മൾ പറഞ്ഞത്? വിവരാവകാശ നിയമപ്രകാരം എല്ലാ സ്ഥാപനങ്ങളിലും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഒരു അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഉണ്ടായിരിക്കണം. ഓരോരുത്തരെ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ ഇവരായിരിക്കും അവിടുത്തെ ഈ പറയുന്ന വിവരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന 2 പേർ. ഇവരെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണ് വകുപ്പ് 5. അതായത് ഓഫീസർമാരുണ്ടായിരിക്കണമെന്നും അവരുടെ ചുമതലകളെയും പറ്റി പറയുന്നത് എവിടെയാണ്? വകുപ്പ് 5-ലാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവരുടെ ചുമതലകൾ? നമ്മൾ പറഞ്ഞു വില്ലേജ് ഓഫീസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഒരു വില്ലേജ് ഓഫീസിലേക്ക് ചെല്ലുകയാണെങ്കിൽ അവിടെ അപേക്ഷ, നമ്മൾ വിവരാവകാശത്തിന് അപേക്ഷ കൊടുക്കേണ്ട ആരുടെ കയ്യിലാണ്? ഒന്നെങ്കിൽ ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഇനി നമ്മളൊരു അപേക്ഷ കൊടുത്തു, നമ്മൾ കൊടുത്ത അപേക്ഷയിൽ നമുക്ക് കിട്ടിയ മറുപടി അത്ര തൃപ്തികരമല്ല എങ്കിൽ നമുക്കൊരു അപ്പീൽ കൊടുക്കണം. ഈ അപ്പീൽ നമ്മൾ വേറെ എവിടെയും കൊണ്ട് കൊടുക്കണ്ട, ഈ ഓഫീസിൽ തന്നെ കൊടുത്താൽ മതി. അത് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് നൽകേണ്ടത് ആരാണ്? ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ നിയമപ്രകാരം ഒരു പൊതു അധികാര സ്ഥാപനത്തെ സമീപിക്കുന്ന വ്യക്തികളെ എല്ലാ രീതിയിലും സഹായിക്കുക എന്നതാണ് ആരുടെ കടമ എന്ന് പറയുന്നത്? PIOയുടെയും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെയും കടമ എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരേ ഒരു പോയിന്റ്, വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് മാത്രമേ അധികാരമുള്ളൂ. അതായത് നമ്മളൊരു അപേക്ഷ കൊടുത്താൽ ഇതിലെ വിവരം കൊടുക്കണോ വേണ്ടായോ എന്ന് തീരുമാനമെടുക്കുന്ന ആൾ ആരാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ്. ഈ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തെ സഹായിക്കുക മാത്രമാണ് ആരുടെ ജോലി? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഇനി ഇത് കേന്ദ്രത്തിലാണെങ്കിൽ എന്തായിരിക്കും? അവര് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നും, സംസ്ഥാന ഉദ്യോഗസ്ഥനാണെങ്കിൽ അവരെന്ത് ചെയ്യും? സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരും എന്ന പേരിലായിരിക്കും എന്ത് ചെയ്യുക? അറിയപ്പെടുക. ഇതെല്ലാം പ്രതിപാദിക്കുന്നത് ഏത് വകുപ്പിൽ? വകുപ്പ് 5. അപ്പം വകുപ്പ് 3 അവകാശമാണ് എന്ന് പറയുന്നത്. വകുപ്പ് 4 ഒരു പൊതു അധികാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചുമതല പറയുന്നത്. വകുപ്പ് 5 എന്തിനെ കുറിച്ച് പറയുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെയും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗത്തേക്ക് പോകുന്നു. വകുപ്പ് 6. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പാണ് വകുപ്പ് 6 എന്ന് പറയുന്നത്. അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒന്ന്, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കേണ്ടയാൾ എന്ത് ചെയ്യണം? 10 രൂപ അപേക്ഷാ ഫീസ് സഹിതം ലിഖിതമായോ എന്ന് പറഞ്ഞാൽ എഴുതിയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെയോ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപേക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ അവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, എഴുതി കൊടുക്കാനായിട്ട് പറ്റണമെന്നില്ല. ആ സാഹചര്യത്തിലും അവരുടെ അപേക്ഷ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പറഞ്ഞു 10 രൂപ അപേക്ഷാ ഫീസ് അല്ലെ. അപ്പൊ ഒരാൾ അപേക്ഷാ ഫീസ് അടയ്ക്കാതെ ഒരു അപേക്ഷ കൊടുക്കുകയാണ്. ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ആ അപേക്ഷ നിരസിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? അയാളെ രേഖാമൂലം എന്ത് ചെയ്യണം? അറിയിക്കണം.
നിങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, അപേക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫീസ് അടച്ചിട്ടില്ല. ആ ഫീസ് അടച്ചാലേ എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, വിവരം തരാൻ പറ്റൂ എന്ന് അയാളെ അറിയിക്കണം. അല്ലാതെ അപേക്ഷാ ഫീസ് അടച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, അപേക്ഷ നിരസിക്കാൻ പാടില്ല. ഇനി പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആയി ചോദിച്ച ഒരു പോയിന്റിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. ആർക്കൊക്കെ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതില്ല? ഇതൊരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ആദ്യത്തെ കാറ്റഗറി എല്ലാവർക്കും അറിയാം. BPL വിഭാഗത്തിൽ പെടുന്നവർ എന്ത് ചെയ്യേണ്ടതില്ല, അപേക്ഷാ ഫീസ് ഈ പറയുന്ന 10 രൂപ പോലും എന്ത് ചെയ്യേണ്ടതില്ല, അടയ്ക്കേണ്ടതില്ല. രണ്ടാമത്തെ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടത്. എന്താണ്? വിവരാവകാശ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന സമയപരിധി പാലിക്കാൻ ഒരു പൊതു അധികാര സ്ഥാപനം പരാജയപ്പെടുകയാണെങ്കിൽ വിവരം സൗജന്യമായി നൽകേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ 10 രൂപയ്ക്ക് അടച്ചു, അപേക്ഷിച്ചു, കൃത്യമായ ഒരു സമയപരിധി വിവരാവകാശം പറയുന്നുണ്ടോ നമ്മൾ പറയാം. അങ്ങനെ ഉള്ള സമയത്തിനകം ആ അപേക്ഷയിന്മേൽ തീരുമാനം എടുത്തില്ല എങ്കിൽ നമുക്ക് വിവരം തരികയും വേണം, നമ്മൾ അടച്ച അപേക്ഷാ ഫീസ് നമുക്ക് തിരിച്ചു തരികയും വേണം. എന്ന് പറഞ്ഞാൽ സൗജന്യമായി നമുക്ക് വിവരം തരണം. രണ്ട് സാഹചര്യങ്ങളിലാണ് വിവരാവകാശ നിയമം സൗജന്യമായിരിക്കുന്നത്. ഒന്ന്, അപേക്ഷകൻ BPL വിഭാഗത്തിൽ പെടുമ്പോൾ. 2, പൊതു അധികാര സ്ഥാപനം കൃത്യമായ സമയപരിധിക്കുള്ളിൽ വിവരം തരാൻ പരാജയപ്പെട്ടാൽ. ഈ 2 സാഹചര്യങ്ങളിലും വിവരാവകാശം സൗജന്യമായിരിക്കും. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ഭാഗമാണ്. ഇതെല്ലാം എവിടെയാണ് വരുന്നത്? വകുപ്പ് 6മായി ബന്ധപ്പെട്ട് വിവരം എങ്ങനെ അപേക്ഷിക്കണം എന്ന ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി അവിടെ മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അപേക്ഷ മറ്റൊരു പൊതു അധികാര സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, അതായത് നമ്മൾ കൊണ്ട് കൊടുത്തു ഒരു അപേക്ഷ, വില്ലേജ് ഓഫീസിലാണ് കൊടുത്തത്, പക്ഷെ അപേക്ഷ താലൂക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്ന് മറുപടി പറയാൻ പറ്റില്ല. അപ്പൊ അപേക്ഷ മടക്കി തന്നിട്ട് നിങ്ങൾ താലൂക്ക് ഓഫീസിലേക്ക് പോകൂ എന്നല്ല നിയമപ്രകാരം പറയേണ്ടത്. മറിച്ച് അത് സ്വീകരിച്ച് എന്ത് ചെയ്യണം, ബന്ധപ്പെട്ട സ്ഥാപനത്തിന് അപേക്ഷ 5 ദിവസത്തിനകം കൈമാറി ആ വിവരം ആരെ അറിയിക്കണം, അപേക്ഷകനെ അറിയിക്കണം. എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ തന്നെ ഈ അപേക്ഷ സ്വീകരിച്ച് അവർ ഈ അപേക്ഷ 5 ദിവസത്തിനകം എവിടെ കൊടുക്കണം, ഈ പറയുന്ന താലൂക്ക് ഓഫീസിൽ കൊടുത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്നും അപേക്ഷ ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ അയച്ചിട്ടുണ്ട് എന്ന വിവരം അപേക്ഷകനെ എന്ത് ചെയ്യേണ്ടതാണ്, വളരെ കൃത്യമായി അറിയിക്കേണ്ടതാണ്. ഇനി അടുത്തത്, അപേക്ഷ ലിഖിതമായി നൽകാൻ കഴിയാത്തിടത്ത്, എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കാൻ വരുന്ന വ്യക്തി എഴുത്തും വായനയും അറിയാത്തൊരു വ്യക്തിയാണ് സങ്കല്പിക്കുക. അയാൾക്ക് ഒരു അപേക്ഷ എഴുതി നൽകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലാതെ സങ്കല്പിക്കുക. ആ സാഹചര്യത്തിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറോ അയാൾ പറയുന്ന അപേക്ഷ എഴുതുകയും അത് അയാളെ വായിച്ച് കേൾപ്പിച്ച് ഒപ്പിട്ട് വാങ്ങുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ എഴുതി കൊടുക്കാൻ പറ്റുന്നില്ല, അപേക്ഷിക്കാൻ പറ്റുന്നില്ല എന്നൊരു സാഹചര്യം കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളുടെയും അപേക്ഷ നിരസിക്കാൻ പാടുള്ളതല്ല. ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർ അയാളെ അപേക്ഷിക്കാൻ എന്ത് ചെയ്യേണ്ടതാണ്, സഹായിക്കേണ്ടതാണ്. ഇനി അപേക്ഷകനുമായി ബന്ധപ്പെടാൻ, അതായത് അയാളെ കോണ്ടാക്ട് ചെയ്യാനുള്ളതൊഴികെ മറ്റൊരു വിവരങ്ങളോ കാരണങ്ങളോ തിരക്കാൻ പാടില്ല. എന്തിനാണ് നിങ്ങൾക്ക് ഈ അപേക്ഷ, ഇത് കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ്, വീട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇങ്ങനത്തെ ഒരു കാര്യവും എന്ത് ചെയ്യാൻ പാടില്ല, അപേക്ഷകനോട് വെളിപ്പെടുത്താൻ ആവശ്യപ്പെടേണ്ടതില്ല. ഒന്നെങ്കിൽ അയാളെ വിളിക്കാനുള്ള ഫോൺ നമ്പറോ അഡ്രസ്സോ മാത്രമേ നമുക്ക് ആവശ്യപ്പെടാൻ പറ്റൂ. അതല്ലാതെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കുന്ന ആളുടെ അടുത്ത് അതിന്റെ കാരണങ്ങളോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, തിരക്കാനായിട്ട് പാടുള്ളതല്ല. ഇതെല്ലാം പറയുന്നത് വകുപ്പ് 6ലാണ്. ഇനി വകുപ്പ് 7ലേക്ക് പോകാം. അവിടെയാണ് അപേക്ഷ തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്. അതായത് ഒരു അപേക്ഷ ഇപ്പൊ എവിടെ വന്നു, അപേക്ഷ ഓഫീസിൽ കൊടുക്കുന്നിടം വരെ എത്തി അല്ലെ. ഇനി എന്ത് ചെയ്യണം, അപേക്ഷയിന്മേൽ തീരുമാനമെടുക്കണം. ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഈ പറയുന്ന അപേക്ഷയിൽ തീരുമാനമെടുക്കുന്നത്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല. അപ്പം തീരുമാനം എടുക്കുമ്പം വെറുതെ തീരുമാനം എടുക്കുകയല്ല, അതിന് ചില സമയപരിധി ഉണ്ട്. എന്താണ് ആ സമയപരിധി എന്ന് നോക്കിക്കഴിഞ്ഞാൽ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന്, അതായത് നിങ്ങൾ നേരിട്ട് കൊണ്ട് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനാണ് അപേക്ഷ കൊടുത്തതെങ്കിൽ 30 ദിവസത്തിനകം ഒന്നെങ്കിൽ വിവരം നൽകണം, അല്ലെങ്കിൽ അത് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അതിന്റെ കാരണം എന്ത് ചെയ്യണം, 30 ദിവസത്തിനകം വ്യക്തമാക്കണം. എന്നാൽ നിങ്ങൾ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനാണ് കൊടുക്കുന്നത് എങ്കിൽ എത്ര ദിവസമാണ് അവിടെ, 35 ദിവസമാണ്. 5 ദിവസം കൂടി കൂടുതലുണ്ട്. സാധാരണഗതിയിൽ 30 ആണ്. എന്നാൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിനാണെങ്കിൽ എത്രയാണ്,
35 എന്നാൽ ഇത് രണ്ടുമല്ല വിവരാവകാശ നിയമപ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ സമയപരിധി. വിവരാവകാശ നിയമപ്രകാരമുള്ള ഏറ്റവും കുറഞ്ഞ സമയപരിധി എന്ന് പറയുന്നത് 48 മണിക്കൂറാണ്. അതേതാണ് സാഹചര്യം? ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനോ ഭീഷണി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു വിവരമാണ് കിട്ടേണ്ടതെങ്കിൽ അത് എത്ര സമയത്തിനുള്ളിൽ കൊടുത്തിരിക്കണം? 48 മണിക്കൂറിനകം കൊടുത്തിരിക്കണം. ഇപ്പൊ ഒരു ആശുപത്രിയിൽ ചെല്ലുന്ന ഒരാൾ ഒരു മരുന്ന് കഴിക്കുന്നു, അതിൽ നിന്ന് അയാൾക്ക് ഒരു അലർജി ഉണ്ടാകുന്നു, അയാളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുന്നു. അപ്പൊ ഈ പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആ മരുന്ന് ഏതാണെന്ന് അറിഞ്ഞാൽ മാത്രമേ കൃത്യമായി ചികിത്സിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അയാളുടെ ജീവൻ അപകടത്തിലാവുന്ന ഒരു സമയത്ത് എന്താണ്? 48 മണിക്കൂറാണ് എന്തെന്ന് പറയുന്നത്? സമയപരിധി എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിലും സമയം വ്യത്യാസപ്പെടുന്നുണ്ട്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 30 ദിവസം, അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണെങ്കിൽ 35 ദിവസം. ഇനി ഈ വിവരം ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്നതാണെങ്കിൽ 48 മണിക്കൂർ.